ആ, എന്റെ മോളിനി എപ്പോഴാ വരുന്നേ? ഓ, ഞാൻ വരുന്നതില് ഇവിടെ ചിലർക്ക് താല്പര്യമൊന്നുമില്ലല്ലോ. എന്നാ എനിക്ക് മോൾ ഇവിടെ വരുന്നതാ താല്പര്യം. 2 ദിവസം നിൽക്കാനല്ല, സ്ഥിരമായിട്ട് നിൽക്കാൻ. അങ്ങനെ സ്ഥിരമായിട്ട് നിർത്തണമെന്ന് അപ്പച്ചിയുടെ മോനും തോന്നണം. എന്നാ ഇറങ്ങാം മോളെ. ആ, ശരി അപ്പച്ചി. ഒരുപാട് വിഷമിച്ചാ മോള് പോയത്. ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. നിന്നെ കാണാനാ സമുദ്രമോള് വന്നത്. എനിക്കൊരു സമുദ്രത്തെയും കായലിനെയും കാണാൻ താല്പര്യമില്ല. നല്ല പച്ചപ്പുള്ള കരയാ എനിക്കിഷ്ടം. എന്ന് വെച്ചാ? ഓ, ഒന്നുമില്ലേ, ഒരാങ്ങളെയും മോളും മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. എന്നാ കെട്ടില്ലെന്ന് തറപ്പിച്ച് പറയടാ. അവര് മറ്റേതെങ്കിലും ആലോചന നടത്തട്ടെ. നടത്തിക്കോട്ടെ, അതിനാരാ എതിര് നിൽക്കുന്നേ? കുറെ നേരം ആയല്ലോ മൊബൈലിലേക്ക് നോക്കി ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്തു പറ്റി? ഒന്നുമില്ല. അങ്ങനെയൊന്നും പറയണ്ട മോളെ. മോൾക്ക് എന്തോ നിരാശയുണ്ട്. എന്താ, അമ്പാടിയായിട്ട് പിണങ്ങിയോ? അങ്ങനെയൊന്നും ഇല്ല പപ്പ. ഇല്ല എന്ന് പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മോള് ഇതിനു മുമ്പ് മൊബൈൽ ഇത്രയും യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാ ഏതു നേരവും മൊബൈലിന്റെ മുമ്പിലാ. കൂടുതലും വിളിക്കുന്നത് അമ്പാടിയെയാ. എന്നാ ഇന്ന് അവന്റെ കോള് വന്നിട്ടില്ല. അതിന്റെ വിഷമം മോൾക്കുണ്ട്. എനിക്കൊരു വിഷമം ഇല്ല പപ്പ. പിന്നെ അമ്മച്ചി വന്ന് ചായ കുടിക്കാൻ വിളിച്ചപ്പോ എന്താ വരാതിരുന്നേ? എനിക്ക് നേരിയ തലവേദനയുണ്ടായിരുന്നു. ചായ കുടിച്ചാ തലവേദന മാറില്ലേ? അതോ ഇനി അമ്പാടി വിളിക്കണം? അയ്യോ, പപ്പയോ അപർണയെ പോലെ തുടങ്ങല്ലേ. വെറുതെ ഓരോന്ന് പറയരുത്. അവനും ഇതുപോലെ വിഷമിക്കുന്നുണ്ടാവോ? എങ്കിൽ കുഴപ്പമില്ല. അതല്ല, മോളുടെ അകലം അവനെ ബാധിക്കുന്നില്ലെങ്കിൽ മോൾ അവന്റെ മുമ്പിൽ തോറ്റെന്ന അർത്ഥം. ഇവിടെ തോൽവിയും ജയവും ഒന്നും ഇല്ല പപ്പ. എന്റെ മനസ്സിൽ അമ്പാടിയോട് നിങ്ങളൊക്കെ കരുതുന്ന രീതിയിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങള്. ആയിക്കോട്ടെ. എന്നാ ഇപ്പൊ കൂടുതൽ സമയവും ചിന്തയിലാ. മറ്റേതോ ലോകത്താ. അമ്മ അകത്ത് നിന്നപ്പോ അതാണ് കാരണമെന്ന് പറയായിരുന്നു. എന്നാലിപ്പോ എല്ലാരും മോളെ സ്നേഹിക്കുന്നുണ്ട്. ഇനി മോൾക്ക് കിട്ടാനുള്ളത് അമ്പാടിയുടെ സ്നേഹമാ. അപർണയുടെ അച്ഛൻ പപ്പയെ കാണുകയോ മറ്റോ ചെയ്തായിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, രണ്ടാളും കൂടി എന്നെ എവിടെയെങ്കിലും തളയ്ക്കണമെന്ന് ചിലപ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ സംസാരമൊക്കെ. ഞാൻ പറഞ്ഞല്ലോ മോളെ, മോളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ട ആളാണ് ഈ പപ്പ. അതുകൊണ്ട് തന്നെ മോൾക്കുണ്ടാവുന്ന ചെറിയ മാറ്റം പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതെല്ലാം സമ്മതിച്ചു തരുന്ന മോള് ഇവിടെ മാത്രം അതിന് ചില മാറ്റം വരുത്തി. എന്തായാലും വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കണം. അതല്ലെങ്കിൽ വലിയ ശ്വാസം മുട്ടല. പ്രത്യേകിച്ച് ഒരാളെ ഇഷ്ടപ്പെടുമ്പോ.
നിന്നെ പോലൊരു വായി നോക്കിയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉടക്കി പിരിഞ്ഞതാ. എന്നോട് മനസ്സിലുള്ളത് പറയാൻ താല്പര്യമില്ലത്രേ. പിന്നെന്തിനാ അങ്ങനെ എടുത്തിയ വിളിയും മെസ്സേജും ഞാൻ പ്രതീക്ഷിക്കുന്നത്? സത്യത്തിൽ എനിക്ക് എന്താ പറ്റിയത്? ഏയ്, ഒന്നും പറ്റിയിട്ടില്ല. അവളോട് പോവാൻ പറ. വെറുതെ മനുഷ്യന്റെ മനസ്സമാധാനങ്ങളെ. എനിക്കറിയാടാ നീ ആരുടെ മെസ്സേജ് നോക്കിയാ ഇരിക്കുന്നതെന്ന്. ഒരു കാമുകിയെ കിട്ടിയപ്പോ ഈ കൂട്ടുകാരനെ നീ മറന്നു ഇല്ലടാ. കാമുകി പോലും? ആരുടെ കാമുകി? അവൾക്ക് എന്നോട് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ സ്ട്രോങ്ങാ. ആരെയാ നോക്കുന്നേ? ആരെയാണെന്ന് അറിയില്ലേ? ഇന്ന് കണ്ടതുമില്ല, വിളിച്ചതുമില്ല. ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. ഇപ്പോ കാണാത്തതും വിളിക്കാത്തതും ഒക്കെ പ്രശ്നമായല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരടുപ്പം എനിക്കിപ്പോ അലീനയോട് തോന്നുന്നുണ്ട്. അവള് വരുമ്പോഴും വന്നിട്ട് പോകുമ്പോഴും ഞാനതറിയുന്നുണ്ട്. എങ്കിൽ അലീനയോട് കുറച്ചു ദിവസം ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞൂടെ? ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാ, സ്വന്തം പപ്പയല്ലെങ്കിലും കുടുംബം പോലും വേണ്ടാന്ന് വെച്ചിട്ട് അലീനയെ സ്നേഹിക്കുന്ന ഒരാള് വീട്ടിലുണ്ടല്ലോ. എത്രയൊക്കെ ആയാലും നമ്മളോട് അടുപ്പം കാട്ടുകയും ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുമ്പോ അദ്ദേഹത്തിന് വിഷമമുണ്ടാവില്ലേ? ഒരിക്കലും അലീന പീറ്റർ സാറിനെ വേദനിപ്പിക്കാൻ പാടില്ല. അവളങ്ങനെ വേദനിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. സ്നേഹിക്കുന്നവർക്ക് അതിന്റെ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരിയാ. അതുപോലെ തന്നെ വെറുക്കുന്നവളും. അതെനിക്കറിയാലോ. അവളുടെ നോവലിൽ പറഞ്ഞിരിക്കുന്ന പല്ലവി എന്ന കഥാപാത്രം 3 പുരുഷന്മാരുടെ ഇരയാണ്. അവരുടെ ആരുടെയെങ്കിലും ഒരാളിന്റെ കുഞ്ഞിന് അവൾ അമ്മയാകാൻ പോവുകയാണ്. പിന്നെ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമോ? അവളെ ഏതെങ്കിലും ഒരാൾ ഏറ്റെടുക്കുമോ? ആ കുഞ്ഞിനെ അനാഥാലയത്തിലോ മറ്റോ ആക്കിയിട്ട് എല്ലാം മറച്ചുവെച്ചുകൊണ്ട് മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് അവള് വിവാഹം കഴിക്കുന്ന പുരുഷനോട് ചെയ്യുന്ന ചതിയല്ലേ? ഗതികേടുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു വരാം. ആയിക്കോട്ടെ, ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവളെ ഏറ്റെടുക്കുന്ന ആള് പിന്നീട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലോ? അവൾ സത്യസന്ധയാണെങ്കിൽ, അവളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ കഴിഞ്ഞതൊക്കെ അയാൾക്ക് മറക്കാവുന്നതേ ഉള്ളൂ. മഹിയേട്ടനാണ് ആ സ്ഥാനത്തെങ്കിൽ മറക്കുവോ? എന്താ സംശയം? പല്ലവി എന്ന പെൺകുട്ടിയുടെ സ്ഥാനത്ത് താനാണെങ്കിൽ ഞാൻ തന്നെ ഇതുപോലെ ചേർത്ത് പിടിക്കും. മഹിയേട്ടനെ പോലെ ആവില്ലല്ലോ എല്ലാ ആണുങ്ങളും. ഒരു സ്ത്രീയുടെ സത്യസന്ധതയ്ക്കും പരിശുദ്ധിക്കും അനുസരിച്ച് അവൾക്ക് ദൈവം അവൾ അർഹിക്കുന്ന ജീവിതം കൊടുത്തിരിക്കും. കഴിഞ്ഞ കാലത്തെ തന്റെ ജീവിതമല്ല നീരജെ, ഇപ്പോഴത്തെ എന്റെ ഭാര്യയാണ് എനിക്ക് വലുത്. അവിടെ എല്ലാം മറക്കാം. ഹലോ അമ്മേ. ഇന്ന് വിളിയൊന്നും വന്നില്ലല്ലോ. ചെറിയ തലവേദന ഉണ്ടായിരുന്നു, കിടക്കുമായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ടമ്മേ, ഞാൻ അങ്ങോട്ട് വരാം. തലവേദന ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തോ. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മാറി. മൊത്തത്തില് ശബ്ദത്തിലൊരു പതർച്ചയുണ്ട്. അതൊന്ന് മുഖം കഴുകുമ്പോ ശരിയാവൂ അമ്മേ.
ഞാൻ ഉടനെ വരാം. ശരി. എന്താ നീ മൊബൈൽ അറ്റൻഡ് ചെയ്യാത്തെ? ആ, അവളെ വിളിക്കുന്നേ, ആ സമുദ്ര. മറ്റാരുടെയെങ്കിലും കോളാണോ നീ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ആരുടെയും കോള് പ്രതീക്ഷിച്ചില്ല. പിന്നെ കുറെ നേരമായല്ലോ മൊബൈലിലേക്ക് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതിനെ മൊബൈലിൽ ഓരോന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. മൊബൈലിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ പടവും നോക്കിയിരിക്കുകയായിരുന്നു? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആകെ വിഷമത്തില. എന്തുപറ്റി? ഓ, എന്തോ ഒരു സുഖമില്ല, അത്രേ ഉള്ളൂ. എന്താ നിനക്ക് പറ്റിയേ? ഇങ്ങനെ നീ വിഷമിക്കുന്നതല്ലോ. എനിക്ക് നന്ദികേട് സഹിക്കാൻ പറ്റില്ലമ്മേ. ആയിക്കോട്ടെ, ഇപ്പൊ ആരാ നിന്നോട് നന്ദികേട് കാട്ടിയേ? അതേപ്പറ്റി സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ടോണിയും ശങ്കരനും ഒക്കെ പറയുന്നത് ശരിയാണെന്ന്. നീ ആരെയോ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ലക്ഷണങ്ങളായി കാണിക്കുന്നതൊക്കെ. അതാരാണെന്ന് പറഞ്ഞാ മതി, ഞാൻ പോയി കണ്ടോളാം. അമ്മ അങ്ങനെ കഷ്ടപ്പെടണ്ട. അമ്മ കരുതുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ചില സഹായങ്ങൾ ചിലർക്കൊക്കെ ചെയ്തു. എന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു നല്ല വാക്ക് പോലും കിട്ടിയില്ല. നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് നീ ആരെയും സഹായിക്കാത്ത കൂട്ടത്തിലാണല്ലോ. പിന്നെന്താ ഇന്നു മാത്രം ഒരു മാറ്റം? ഓ, ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിക്കല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും പാറ പോലെ ഉറച്ചു നിൽക്കുന്നവനാ ഇപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ലക്ഷണം അത്ര നല്ലതല്ല. ടോണിയും ശങ്കരനും പറയുന്നത് ഇനി ഗൗരവത്തിലെടുക്കേണ്ടി വരും. ആ, എത്തിയോ? ഇന്നെന്താ പറ്റിയത്? അല്ലെങ്കിൽ ഇടതടവില്ലാതെ വിളിയുണ്ടാവുമല്ലോ. ഇന്നെന്തോ ഒരു സുഖം തോന്നിയില്ല. കക്ഷിയെ വിളിച്ചില്ലേ? കക്ഷിയോ? ആ, ഇപ്പൊ സുമുഖനായ ഒരാളുണ്ടല്ലോ ചേച്ചിക്ക് സംസാരിക്കാനും ഓർത്തിരിക്കാനും ഒക്കെ. ആ, ഞാൻ അറിഞ്ഞു ആവണിശ്ശേരിയിലെ ആ പയ്യന്റെ കാര്യം. ചുമ്മാതല്ല, ജീവനും കളഞ്ഞു പിന്നാലെ നടക്കുന്നതല്ലേ. ഡേ, ഇവള് വെറുതെ പറയുന്നതാ അമ്മേ. ഞങ്ങള് തമ്മില് നല്ല ഫ്രണ്ട്ഷിപ്പാ, അതിനപ്പുറം ഒന്നുമില്ല. ഇത്തരം ഫ്രണ്ട്ഷിപ്പാ വളർന്നു വളർന്നു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും വയ്യ. നല്ല സൗഹൃദങ്ങളെ വളച്ചൊടിച്ച് അതിന് മറ്റൊരു കളർ കൊടുക്കുന്നത് നല്ല ആൾക്കാരുടെ ശീലമല്ല. ചേച്ചിയെ പോലെ എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. എങ്കിലും അമ്പാടിയേട്ടനെ കുറിച്ച് പറയുമ്പോ ചേച്ചിയുടെ മുഖത്തുണ്ടാവുന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. ഇതുവരെ ഒരാണുങ്ങളെ കുറിച്ചും ഇത്ര മതിപ്പോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്തിന് അമ്പാടിയെ കുറിച്ച് മതിപ്പോടെ സംസാരിക്കാതിരിക്കണം? അമ്പാടി എനിക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. സ്വന്തം ജീവൻ കളഞ്ഞിട്ട് വരെ. അങ്ങനെയുള്ള ആളെ ഞാൻ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? ചേച്ചി അമ്പാടിയേട്ടനെ പ്രേമിക്കുന്നുണ്ടോന്നാ എന്റെ ചോദ്യം. അങ്ങനെയെങ്കിൽ ഒരു ആലോചനയുമായി പോവാന്ന് അച്ഛൻ പറഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. എന്നെക്കാളും 6 വയസ്സിന് മൂത്തതാ ചേച്ചി. അതുകൊണ്ട് ആദ്യം ചേച്ചി കെട്ടും. അത് കഴിഞ്ഞ് എന്റെ കാര്യം ചിന്തിക്കാം. അത് അതിന്റെ ശരി. അമ്പാടി മാത്രമല്ല, ആ ഫാമിലിയിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാ. മഹിയേട്ടന് അടുത്തറിയാവുന്ന കുടുംബം. അങ്ങനെയെങ്കിലേ അമ്പാടിക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കാൻ
അച്ഛനോട് തന്നെ പറയണം. ആ പെൺകുട്ടി മോളായിക്കൂടെ? ഒന്ന് സമ്മതിക്കണ്ടേ ചേച്ചി? അങ്ങനെയെങ്കിൽ അമ്പാടിയേട്ടന്റെ ഈ പിന്നാലെയുള്ള നടപ്പ് ഒന്ന് അവസാനിക്കുമല്ലോ. ദേ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോഴാ, അയാൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാ നമ്മൾ പലതും മറക്കുന്നത്. അങ്ങനെയൊരു മറവി മോൾക്കിപ്പോഴുണ്ട്. അതുകൊണ്ട് വിളിയൊക്കെ കുറഞ്ഞത്, ഇങ്ങോട്ടുള്ള വരവും. സംസാരം ഈ വഴിക്കാണെങ്കിൽ ഞാനങ്ങ് പോവാ. എനിക്കിപ്പോ പ്രേമിക്കാനല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സത്യം പറഞ്ഞ വിവാഹത്തെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കൊരാളിന്റെ അടിമയായിട്ട് ജീവിക്കാൻ വയ്യ. അടിമയാകാനാണോ വിവാഹം കഴിക്കുന്നത്? അതൊക്കെ തെറ്റായ ധാരണയാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്, മഹിയേട്ടനെ പോലെ. എന്നാ പെട്ടെന്ന് ഫ്രീഡം നഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഫ്രീഡം നഷ്ടപ്പെടുത്താത്ത ചേച്ചിയെ ചേച്ചിയുടെ വഴിക്ക് വിടുന്ന ഒരു ഭർത്താവായിരിക്കും അമ്പാടിയേട്ടൻ. അതുകൊണ്ട് ജാള്യതയൊന്നും വേണ്ട, തുറന്നങ്ങ് സമ്മതിക്ക്. ആ വീട്ടിലെ മരുമകളാവാൻ തയ്യാറാണെന്ന്. ഇനി നമ്മൾ രണ്ടാളും മാത്രമുള്ളപ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, സീരിയസ് ആണോ കാര്യങ്ങള്? അമ്മയൊന്ന് വെറുതെ ഇരുന്നേ. ഒരുപാട് പെൺകുട്ടികളായിട്ടൊന്നും എനിക്ക് ഫ്രണ്ട്ഷിപ്പില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വളരെ കുറച്ച് കുട്ടികളുമായിട്ടേ ഞാൻ അടുത്തിട്ടുള്ളൂ. അതാരാ ഈ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ? അലീന ടീച്ചറിനെ കാണുന്നതിന് മുമ്പ് നീ ഒരു പെൺകുട്ടികളായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഒരുത്തിയെയും കുറിച്ച് നീ ഇതുപോലെ ചിന്തിച്ചിരുന്നിട്ടുമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ ടീച്ചറിനെ വിളിക്കാത്തതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. അവരെ ഞാനിപ്പോ വെറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ? ശരിക്ക് കേട്ടില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. അവര് ശരിയല്ലടാ. നമ്മുടെയൊക്കെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, ആർക്കും അതെടുത്ത് വെച്ച് വായിക്കാം. എന്നാൽ അതുപോലെയല്ല ഇവളുമാരുടെയൊക്കെ കാര്യം. നമ്മൾ റിസ്ക് എടുത്ത് ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മളോട് പറയേണ്ടതൊന്നും പറയത്തുമില്ല. നിന്നോടിപ്പം എന്താ പറയേണ്ടത്? എടാ, അമ്മാവൻ പറഞ്ഞത് ശരിയല്ലേ? ടീച്ചർക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. സൂപ്പർ സ്റ്റാർ വിനയൻ, മൂർത്തി ചന്ദ്രശേഖരൻ, അവരൊക്കെ അവളുടെ എതിരാളികളാ. എന്തുകൊണ്ട് അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടായി? അത് തുറന്നു പറയണ്ടേ? അതല്ലേ മര്യാദ. അമ്മാവൻ പറഞ്ഞപ്പോഴാണോ നിനക്ക് ബോധോദയം ഉണ്ടായത്? ഇതൊക്കെ നീ നേരത്തെ ചോദിക്കണമായിരുന്നു. ഇതിപ്പോ അവരെ വിട്ടുകളയാൻ പറ്റാത്ത അവസ്ഥയായി, അവരൊട്ട് വിളിക്കാത്ത അവസ്ഥയുമായി. അവരെന്താ വിട്ടുകളയാൻ പറ്റാത്തത്? അവരുമായിട്ട് ഞാനാ ഉടക്കി പിരിഞ്ഞത്. എത്ര ഉടക്കിയെന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിലോളം ഉടക്കി നിൽക്കുക. നീ കരുതുന്ന പോലെയൊന്നും അല്ല ടോണി. അവരുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്താ ഗൗരവമായിട്ടൊരു ചർച്ച? ആ, ഇനി പറഞ്ഞു കൊടുക്ക്. ഇനി അതിന്റെ മേൽ കയറി തൂങ്ങട്ടെ. നീ തൂങ്ങാനൊന്നുമില്ല. ഞാനേ ഈ പ്രായം കഴിഞ്ഞ് വന്നവരാ. കേട്ടോ ടോണി, ഇന്ന് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴും ചിന്തയോടെ ചിന്തയാ. ആ ടീച്ചറെ വിളിച്ചിട്ടില്ല, അതിന്റെ വിഷമോ? സാരമില്ല സാരമില്ല. അവരിനി ഇങ്ങോട്ട് വിളിച്ചാലും ഞാൻ എടുക്കില്ല. ഹേയ്, എടുക്കരുത്, എടുക്കുകയേ ചെയ്യരുത്. അത് വളരെ മോശമാ. നീ എന്നെ കളിയാക്ക? അവരുടെ പാസ്റ്റ് എന്താണെന്നറിയാതെ അവരുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. അവരുടെ കഴിഞ്ഞ കാലം പറയുമ്പോ അതിൽ അവർക്കൊരു കാമുകനുണ്ടെങ്കിലോ? ഉണ്ടെങ്കിലെന്താ? അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എങ്കിലും അത് കേട്ടപ്പോ കുഞ്ഞിന്റെ മുഖം ഒന്ന് കോടിപ്പോയി. ഇനി ഇവിടെ നിന്നാലേ കോടാൻ പോകുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖമായിരിക്കും. ഇത് കുറച്ച് സീരിയസ് ആണ് ശങ്കരമാമേ. ആ കൊച്ചിന് അമ്പാടി കുഞ്ഞിനോടെങ്ങനാ? ഇവനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കാണെന്നൊരു തോന്നൽ. ഒരു പെൺകുട്ടികളെ ഇഷ്ടപ്പെടാതിരുന്നിട്ട് അവസാനം കയറി പിടിച്ചത് ഒരിക്കും കൊമ്പിലാണോ എന്നൊരു സംശയം. നോക്കട്ടെ. എന്തുപറ്റി? ആളാകെ വാടിപ്പോയല്ലോ. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്? കുഴപ്പം തുടങ്ങി. ഉള്ളിലെവിടെയോ ഒരിഷ്ടമുണ്ട് അമ്പാടിയോട്. പിന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? പപ്പ വെറുതെ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയരുത്. ഹലോ, ഞാനാ അമ്പാടിയുടെ ഫ്രണ്ട് ടോണിയാ. ഓ, അവൻ വല്ലാത്ത വിഷമത്തിലാ. ടീച്ചർ അവനെ ഒന്ന് വിളിക്കണം. ഞാനെന്തിനാ അയാളെ വിളിക്കുന്നത്? അല്ല, അവന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ വിളിക്കുന്നത്. അവന് അങ്ങോട്ട് വിളിക്കാൻ ഒരു മടി. അങ്ങനെ മടിയുള്ള ആള് വിളിക്കണ്ട. എനിക്ക് അയാളുടെ ശബ്ദം കേൾക്കണമെന്നൊന്നുമില്ല. ശരി. ഏണിയായി. എന്താ ഇങ്ങനെ നോക്കുന്നത്? രണ്ടുപേരും പ്രണയക്കുരുക്കിൽ വീണ് കഴിഞ്ഞു. സാധാരണ ഇത്തരം പ്രണയങ്ങൾക്കൊക്കെ ആയുസ് കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള പ്രണയം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. കാരണം നിങ്ങൾ ഇതിനോട് താല്പര്യമില്ലാത്തവരായിരുന്നു. സാഹചര്യമാണ് നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്. കൂട്ടുകാരനെ കൊണ്ട് വിളിപ്പിച്ചതാണ് അയാള്. എന്നിട്ട് എന്റെ മറുപടി പപ്പ കേട്ടില്ലേ? ഇത്രയും സമയം അമ്പാടിയുടെ വിളിക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അവസാനം അയാള് കൂട്ടുകാരനെ കൊണ്ട് വിളിപ്പിച്ചപ്പോഴോ ഇവിടെ ഒരാൾക്ക് ഡിമാൻഡ്. എനിക്കൊരു ഡിമാൻഡും ഇല്ല. എനിക്കതിന്റെ ആവശ്യമില്ല.